ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് റവ വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റുള്ളൊരു വടയാണ് ഈ റവ വട. നമ്മുടെ ഉടുപ്പി സാമ്പാറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ തേങ്ങ അരച്ച ചട്നിയുടെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇതിന്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വടയാണിത്. നല്ല ചൂട് കട്ടനും ഈ റവ വടയും ഉടുപ്പി സാമ്പാറും ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. റവ വട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തത് വറുക്കാത്ത റവയാണ്. വറുത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും പിന്നെ 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഒരു സ്പൂൺ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് തൈര് ചേർക്കാം. തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. പുളിപ്പുള്ള തൈരാണെങ്കിൽ വടയിലും അതുപോലൊരു പുളിപ്പുണ്ടാകും, അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. തൈരൊഴിച്ച് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുമ്പോൾ റവ കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. വെള്ളം കൂടിപ്പോകരുത്, കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം. നല്ലപോലെ കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ചേർക്കാം. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ച് വയ്ക്കാം. മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വട ഉണ്ടാക്കാനായിട്ട് ഞാൻ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം മാവ് ഇതുപോലെ കയ്യിലെടുത്തിട്ട് ഉഴുന്ന് വടയ്ക്ക് പരത്തുന്ന പോലെ പരത്തി ഫ്രൈ ചെയ്തെടുക്കാം. നടുക്കൊരു ഹോളിട്ട് പരത്തി ഫ്രൈ ചെയ്തെടുക്കാം. ഉഴുന്നൂടെ പരത്തുന്ന അത്രയും പാടൊന്നുമില്ല ഇത് പരത്താനായിട്ട്. കുറച്ച് കട്ടിയായിട്ടുള്ള മാവായതുകൊണ്ട് നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് പറ്റും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വടയാണിത്. വൈകിട്ട് ചായക്ക് കടിയൊന്നും ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. പിന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയത്തിലിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. വട എണ്ണയിലേക്ക് ഇട്ട ശേഷം മീഡിയത്തിലേക്ക് മാറ്റി ഫ്രൈ ചെയ്തെടുക്കണം. തീ കൂട്ടിയേക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് കരിഞ്ഞു പോകും, ഉൾഭാഗം വേകാതെ ഇരിക്കും. ഇതുപോലെ 2 സൈഡും കളർ മാറുമ്പോഴേക്കും കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ റവ വട റെഡി ആയിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് മാറ്റാം. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വടയാണിത്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നൊരു കാര്യം, എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ കണ്ട ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അടുത്തതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് കളർ മാറുമ്പോഴേക്കും തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കാണാൻ നല്ല ഭംഗിയുള്ള, കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണിത്. ഈ വീഡിയോ കണ്ട ശേഷം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.